എടാ മോനെ, ആവേശം ആവേശം കൊള്ളിക്കുന്ന തിയേറ്റർ എക്സ്പീരിയൻസ്. ആവേശം ഫഹദ് ഫാസിലിൻ്റെ അഴിഞ്ഞാട്ടം തന്നെ പറയാം. തിയേറ്ററിൽ ഫുൾ ഫുൾ ഒരു ഫഹദ് ഫാസിൽ ഷോ തന്നെ. കിഡ്ലൻ എന്താ പറയുക, കിഡ്ലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഫഹദ് ഫാസിലിൻ്റെ ഈ ഒരു ആവേശം എന്ന് പറഞ്ഞ സിനിമ. ജിത്തു മാധവാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3 വിദ്യാർത്ഥികൾ ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വരികയാണ്. അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ അവർക്ക് ആ പ്രശ്നത്തിൽ നിന്നും എന്താ പറയുക, അവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാങ്സ്റ്റർ ആവശ്യമുണ്ടാവും. അങ്ങനെ ഫഹദിനെ പരിചയപ്പെടുത്തുന്നു. പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഫഹദ് ഫാസിൽ രംഗണ്ണൻ ഒരു രക്ഷയില്ല മോനെ. കിഡ്ലൻ ഐറ്റം കിഡ്ലൻ ഐറ്റം. നമ്മൾ എല്ലാ സിനിമയിലും ഒരേപോലത്തെ ഫഹദ് ഫാസിലിനെ കാണുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഇതിൽ കംപ്ലീറ്റ് വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം. വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം എന്ന് പറഞ്ഞാൽ വെഗിളി പിടിച്ച് നടക്കുന്ന കഥാപാത്രം തന്നെയാണ്. കുറച്ച് ഓവർ ആല്ലേന്ന് ചോദിച്ചാൽ ഓവർ തന്നെയാണ്. വെഗിളി പിടിച്ച് നടക്കുന്ന കഥാപാത്രം അതാണ് ഫഹദ് ഫാസിലിൻ്റെ. പിന്നെ ഹിപ്സ്റ്റർ ഉണ്ട്. പിന്നെ മറ്റേ അവരുടെ പേരെന്തായാലും മറന്ന്, സജിൻ ഗോപ് രോമാഞ്ചത്തിലുള്ള അവരല്ലേ സജിൻ ഗോപ്. കിഡ്ലൻ പെർഫോമൻസ് ആണ്. കോമഡി പറഞ്ഞാൽ എജ്ജാതി കോമഡി. കിഡ്ലൻ പെർഫോമൻസ്. ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന സിനിമയാണ്. 2 മണിക്കൂറും 38 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്റർ മസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സിനിമ. ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ സിനിമ തുടങ്ങി എനിക്ക് തോന്നുന്നു ഫഹദ് ഫാസിൽ വന്നതിന് ശേഷം അങ്ങോട്ട് പറക്കുക പടം. ഫസ്റ്റ് ഹാഫ് കിഡ്ലൻ ഫസ്റ്റ് ഹാഫ് ഒക്കെയാണ്. ആ ഒരു എന്താ പറയുക, ഇൻ്റർവെൽ ടൈമിലൊക്കെ സൂപ്പറായിരുന്നു. ഇൻ്റർവെലിന് ശേഷം കുറച്ച് ഭാഗങ്ങൾ കുറച്ച് സ്ഥലങ്ങളിലൊന്ന് ചെറുതായിട്ടൊന്ന് മെല്ലെപ്പോക്ക് പോലെ തോന്നി. പക്ഷെ അവസാനത്തേക്ക് എത്തിയപ്പോൾ എന്താ പറയുക, അടിച്ച് വിടുകയാണ്. കിഡ്ലൻ ഫൈറ്റാണ്. സൂപ്പർ ഫൈറ്റ് ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത ഫൈറ്റുകളുണ്ട്. തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും ആയിട്ടിരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു പടം. അതാണ് ആവേശം പറഞ്ഞ സിനിമ. പ്രത്യേകിച്ച് വലിയ സ്റ്റോറി കാര്യങ്ങളൊന്നുമില്ല. ഈ സംഭവങ്ങൾ എന്താ പറയുക, വ്യത്യസ്തമായിട്ട് രീതിയിൽ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അവർ. കിടിലനായിട്ട് തന്നെ ഉണ്ട്. ആ ചെക്കന്മാരൊക്കെ ഹിപ്സ്റ്റർ അടക്കമുള്ള എല്ലാ ചെക്കന്മാരും സൂപ്പറായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ പറയേണ്ടത്, മ്യൂസിക്. സുഷിൻ ഷ്യാമിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ തിയേറ്റർ ഓളം സൃഷ്ടിക്കാൻ മ്യൂസിക്കിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും സുഷിൻ ഷ്യാം എന്താ പറയുക, മോശമാക്കില്ല എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. സൂപ്പറാക്കിയിട്ടുണ്ട്. ആകെ മൊത്തം ടോട്ടൽ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഈ വിഷുക്കാലം എന്താ പറയുക, ഈ ഒരു വെക്കേഷൻ അടിച്ചു പൊളിച്ച് തിയേറ്ററിൽ കാണാൻ പറ്റിയൊരു സിനിമ. അതാണ് ആവേശം എന്ന് പറഞ്ഞ സിനിമ. ആ പേര് പോലെ തന്നെ ആവേശത്തോടെ കണ്ടിട്ട് ആവേശത്തോടെ തിയേറ്ററിൽ പുറത്തേക്ക് ഇറങ്ങി പോകാം. അത്രയും ഗംഭീരമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നി. ഇൻ്റർവെലിന് ശേഷം കുറച്ച് ഭാഗങ്ങളിൽ കുറച്ചൊരു മെല്ലെപ്പോക്ക് പോലെ തോന്നി എനിക്ക്. എൻ്റെ മാത്രം പ്രശ്നമായിരിക്കും, ചിലപ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ എല്ലാവർക്കും ഒന്നും സിനിമ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. രോമാഞ്ചം അങ്ങനെയായിരുന്നല്ലോ. രോമാഞ്ചം OTT വന്ന സമയത്ത് ഈ പടമായിരുന്നു ഇത്ര ഹിറ്റായെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ഈ സിനിമയ്ക്കും അതുപോലുള്ള ആൾക്കാരുണ്ടാവാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. പക്ഷേ എനിക്ക് പേഴ്സണലി നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ സിനിമയാണ് ആവേശം എന്ന സിനിമ. സിനിമയിൽ ആ ഒരു സ്ക്രീനിലേക്ക് ഫഹദ് ഫാസിൽ വന്നു കഴിഞ്ഞാൽ പുളിയാണ്. പിന്നെ കലക്ക് എന്താ പറയുക, ഒരു കിഡിലൻ കലക്ക് എന്നൊക്കെ പറയല്ലോ, അതുപോലെ ആ ഒരു വന്നങ്ങോട്ട് പോവുകയാണ്. കിഡിലൻ കലക്കിയിട്ട് അങ്ങ് പോവുകയാണ്. സ്ക്രീനിലേക്ക് വരുന്ന സമയങ്ങളിലൊക്കെ ഓണായിട്ട് നിൽക്കുന്നുണ്ട് തിയേറ്റർ എന്നുള്ളതാണ്. കോമഡിക്ക് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. എന്താ പറയുക, ഇമോഷണൽ രംഗങ്ങൾ ഇതിൽ ഇമോഷൻ രംഗങ്ങൾ നല്ല രസമായി. ഇമോഷണലും കോമഡി രൂപത്തിലാണ് കാണിച്ചത്. സജിൻ ഗോപൊക്കെ സൂപ്പറായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖത്ത് വരുന്ന എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു ചെയ്ത. നല്ല സൂപ്പറായിട്ടുണ്ട്. അത്ര തന്നെ പറയാം. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. എനിക്കിഷ്ടപ്പെട്ടു. മലയാള സിനിമയ്ക്ക് ഇത് എന്ത് പറ്റി എന്ന് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം തന്നെ സിനിമയുടെ റിവ്യൂ ചെയ്തപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് എന്ത് പറ്റിയെന്ന്. മലയാള സിനിമ ഇപ്പം ഇങ്ങനെ വൺ ആയിട്ട് ഇങ്ങനെ നല്ല നല്ല സിനിമകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തിയേറ്ററിൽ മഞ്ഞുമലും ആടുജീവിതവും ഒക്കെ കളിക്കുന്നുണ്ട്. പ്രേമല് നാളെ OTT റിലീസ് ചെയ്യാണ്. എല്ലാ സിനിമകളും 100 കോടി, 70 കോടി, 50 കോടി, 60 കോടി, 100 കോടി ആ കളക്ഷൻ കയറി പോവുകയാണ്. അതുപോലെ ഇന്നിറങ്ങിയ സിനിമകളും സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ആവേശം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. വർഷങ്ങൾക്ക് ശേഷം റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട്
സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ജയ് ഗണേഷ് കാണുന്നുണ്ട്, ചിലപ്പോൾ ഇന്ന് രാത്രി പോകും അല്ലെങ്കിൽ നാളെ ആയിരിക്കും പോവുക. അതുപോലെ തന്നെ ബഡേ മിയാൻ ചോട്ട മിയാൻ എന്ന ഹിന്ദി മൂവിയുണ്ട്, അതും ചിലപ്പോൾ എന്താ പറയുക നാളെ ആയിരിക്കും മിക്കവാറും പോവുക. കണ്ടിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും